കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് ഈ അനുഭവസാക്ഷ്യം ഞാൻ ആദ്യമായി വായിച്ചറിയുന്നത്. പരിശുദ്ധ അമ്മ വൃദ്ധയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്ന് രോഗസൗഖ്യം നൽകിയ അത്ഭുത സാക്ഷ്യം ഭക്തിപൂർവ്വം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇരുണ്ടുകൂടിയ കാർമേഘം കണക്കെ ജീവിതം വഴിമുട്ടിയ അവസ്ഥകളിലും അനുഗ്രഹത്തിൻ്റെ മഴവില്ലായി അമ്മ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാസർഗോഡ് സ്വദേശിനിയായ ഓമന റബ്ബർ ടാപ്പിങ്ങും അയൽ വീടുകളിലെ ജോലിയും ചെയ്താണ് കുടുംബം നോക്കി നടത്തിയിരുന്നത്. 4 വർഷം മുമ്പ് ഭർത്താവ് മരണമടയുകയും മകൾ വിവാഹിതയായി കോട്ടയത്തേക്ക് പോവുകയും ചെയ്തതോടെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി നിർമ്മിച്ചു കൊടുത്ത ചെറിയ വീട്ടിൽ ഇളയ മകനും ഓമനയും മാത്രമായിരുന്നു താമസം. 50 വയസ്സുകാരിയായ ഓമനയുടെ ജീവിതത്തിൽ കരിനിഴൽ വീണത് പെട്ടെന്നായിരുന്നു. മജ്ജയിൽ ക്യാൻസർ രോഗബാധിതയായി ശരീരം മുഴുവനും വേദനയും നീരുമായി കട്ടിലിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വന്നു ഓമനയ്ക്ക് പിന്നീടുള്ള കുറച്ചു വർഷങ്ങൾ. അയൽക്കാരുടെ സഹായത്തോടെ ചികിത്സ മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നുവെങ്കിലും കഠിനമായ വേദനയിൽ ഓമന നീറിപ്പിടയുകയായിരുന്നു. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം അന്നും പതിവ് പോലെ ഓമന വേദനയാൽ പുളയുകയായിരുന്നു. മുറ്റത്ത് നിന്ന് ആരോ വിളിക്കുന്നത് കട്ടിലിൽ കിടക്കുകയായിരുന്ന ഓമന കേട്ടു. ആദ്യത്തെയും രണ്ടാമത്തെയും വിളിക്ക് മറുപടി പറയാൻ തയ്യാറായില്ലെങ്കിലും വീണ്ടും വിളി തുടർന്നുകൊണ്ടിരുന്നതിനാൽ മനസ്സില്ലാ മനസ്സോടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഓമന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുൻവശത്തേക്ക് ചെന്നത്. മുറ്റത്ത് ചട്ടയും മുണ്ടും ധരിച്ചു നിൽക്കുന്ന ഒരു അമ്മച്ചിയാണ് ഓമന കണ്ടത്. ആ പ്രദേശങ്ങളിൽ ഓമന ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആൾ. മോളെ, നിനക്ക് നല്ല ക്ഷീണം തോന്നുന്നുവല്ലോ, നിനക്ക് എന്തു പറ്റിയെന്ന് വല്യമ്മച്ചിയുടെ ക്ഷേമാന്വേഷണത്തിന് ഓമന തൻ്റെ ശാരീരിക വല്ലായ്മകൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ അമ്മച്ചി ഉദാരവതിയും സ്നേഹമയുമായി, നീ അകത്തുപോയി എണ്ണയോ കുഴമ്പോ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ടുവാ, ഞാൻ തിരുമ്മിത്തരാം, അമ്മച്ചി പറഞ്ഞു. ഉപയോഗിച്ചു ബാക്കി വന്നിരുന്ന കുഴമ്പ് അകത്ത് നിന്ന് ഓമന എടുത്തുകൊണ്ടുവന്നു. അമ്മച്ചി അത് വാങ്ങി ഓമനയുടെ കൈകാലുകൾ തിരുമ്മി. അപ്പോൾ തന്നെ എന്തോ ഒരാശ്വാസം ഓമനയ്ക്ക് അനുഭവപ്പെട്ടു. അമ്മച്ചി എവിടുന്നാ എന്ന ഓമനയുടെ ചോദ്യത്തിന് ഞാൻ നേർച്ചയ്ക്ക് വന്നതാ എന്ന് അമ്മച്ചി മറുപടി പറഞ്ഞു. എന്നാൽ നേർച്ച പണവുമായി തിരിച്ചു വന്നപ്പോൾ ഓമന കസേരയിൽ അമ്മച്ചിയെ കണ്ടില്ല. അമ്മച്ചി എവിടെ പോയി എന്ന് അമ്പരന്ന് നിന്ന ഓമന അയൽ വീടുകളിൽ അമ്മച്ചി ഉണ്ടായിരിക്കുമെന്ന് കരുതി അവിടേക്ക് അന്വേഷിച്ചു ചെന്നു. ഇന്നലെ വരെ രോഗബാധിതയായി കട്ടിലിൽ കിടന്നിരുന്ന ഓമന ആരോഗ്യവതിയായി മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽക്കാരാണ് അമ്പരന്നത്. അപ്പോഴാണ് തനിക്ക് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തെക്കുറിച്ച് ഓമന തിരിച്ചറിയുന്നത്. ഇല്ല, ശരീരത്തിൽ വേദനയില്ല, പരിപൂർണ സൗഖ്യം. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അയൽക്കാരുടെ ചോദ്യത്തിന് ഓമന സംഭവിച്ചതെല്ലാം വിവരിച്ചു. അത് മാതാവ് തന്നെ. മറ്റൊരിടത്തും ആ അമ്മച്ചിയെ കണ്ടെത്താതെ വന്നപ്പോൾ ഓമനയ്ക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചപ്പോൾ എല്ലാവരും തീർച്ചപ്പെടുത്തി, തന്നെപ്പോലെ സാധാരണക്കാരിക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുമോ? മാതാവ് പ്രത്യക്ഷത്തിൽ അത്ഭുതകരമായ സൗഖ്യം നൽകുമെന്നോ? ഓമനയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. ഓമന ഓടിച്ചെന്ന് വികാരി അച്ഛനെ വിവരമറിയിച്ചു. അച്ഛൻ രാവിലെയും വന്ന് ഓമനയുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയതാണ്. വിവരമറിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. തുടർനാളുകളിൽ ഓമന തുടർച്ചയായ വൈദ്യപരിശോധനകൾക്ക് വിധേയായി. അസുഖം പരിപൂർണമായി മാറിയതായി തെളിഞ്ഞതിനെ തുടർന്ന് ക്രമേണ മരുന്നുകൾ നിർത്തി. കൂടുതലായ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ഓമനയുടെ ജീവിതം വഴിമാറി. അതിനുശേഷം ഇന്നുവരെ ശാരീരിക അസ്വസ്ഥതകൾ ഓമനയെ അലട്ടിയിട്ടില്ല. എല്ലാ ജോലികളും ചെയ്ത് സന്തോഷത്തോടെ ഓമന ജീവിക്കുന്നു. സ്വർഗരാജ്യത്തിലെ പ്രധാനികളിൽ ഒരുവനായ ഗബ്രിയേൽ പരിശുദ്ധ കന്യകാമറിയത്തിന് സ്തുതി പറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനത് പാടില്ല? അമ്മയെന്ന വലിയ യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ മറിയം. യേശുവിൻ്റെ അമ്മ, നമ്മുടെ അമ്മ, മനുഷ്യവംശത്തിൻ്റെ അമ്മ. സഹനവീതിയിൽ നീ തളരുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ കുരിശിൻ ചുവട്ടിൽ അമ്മയുണ്ട്. ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ ജപമാല മണികളോട് ചേർക്കുവാനും ആ മണികളെ പടികളാക്കി മാതാവിൻ്റെ കൈ പിടിച്ച് യേശുവിലേക്ക് വളരുവാനും
അമ്മയുടെ മാധ്യസ്ഥ്യം സഹായിക്കും. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ ദൈവം പരിശുദ്ധ കന്യകാമറിയം വഴി ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അത്ഭുത പരതന്ത്രരാകുകയാണ്. തട്ടിപ്പെന്നും കൃത്രിമമെന്നും ഒരിക്കൽ ആരോപിച്ചിരുന്നവർ പോലും ഇന്ന് ഈ ദൈവിക ഇടപെടലിനു മുൻപിൽ പ്രാർത്ഥനാ നിമഗ്നരായി കൈകൂപ്പുന്നു.